അങ്ങനെ ഈ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്ത്യാനികൾക്ക് രണ്ടാമതൊരു രക്ഷകൻ കൂടി പിറന്നിരിക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നല്ല കാര്യം. അദ്ദേഹം ഈ നൈജീരിയയിലെ ക്രൈസ്തവരെ ആക്രമിക്കുകയും കൊല്ലുകയും പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന തീവ്രവാദികൾ, പ്രത്യേകിച്ച് ഐസിസുമായി ബന്ധപ്പെട്ട ബോക്കോ ഹറാം എന്നൊക്കെ പറഞ്ഞുള്ള തീവ്രവാദി സംഘടനയിൽപ്പെട്ട അവരുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് അമേരിക്കയ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണിത്. കൃത്യമായിട്ടുള്ള ആക്രമണം നടത്തുക, കൃത്യമായ ലക്ഷ്യം ഉന്നം വെച്ച് കൃത്യമായി ആക്രമിക്കുക. അപ്പോൾ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടിയാണ്, അവരുടെ അറിവോടും അവരുടെ സഹായത്തോടും കൂടിയാണ് ആക്രമണം നടത്തിയതെന്നും പ്രസിഡന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ തങ്ങൾ സഹായിച്ചു എന്ന് അവിടുത്തെ ഗവൺമെൻറ്റും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പുതിയ ഈ കാര്യങ്ങൾ ലോകതലത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ ഈ ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഇന്ത്യയിലൊക്കെ ഉള്ളവർ, സൂക്ഷിച്ചോ കേട്ടോ. ഞങ്ങൾക്കൊരു രക്ഷകൻ, ഞങ്ങൾക്കും ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ടെന്നാണ് ഇപ്പം മനസ്സിലായല്ലോ. എന്തായാലും ഇതിലെ തമാശകളൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ അമേരിക്കയിൽ നിന്ന് ഇപ്പം നൈജീരിയയെ സംബന്ധിച്ചിടത്തോളം, നൈജീരിയ ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. 23-24 കോടി ജനങ്ങളുണ്ട്. അതിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. പക്ഷേ അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുമുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇത്രയധികം ഇടകലർന്ന് ജീവിക്കുന്ന വേറൊരു രാജ്യവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഭീകരപ്രവർത്തകരാണ് ഇതൊക്കെ കാണിക്കുന്നത്. ക്രിസ്ത്യാനികളെ പിടിച്ചുകൊണ്ട് പോവുക, കൊല്ലുക, ഇങ്ങനെ പള്ളികൾ ആക്രമിക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുക. അപ്പോൾ അത് ലോകശ്രദ്ധയിൽ വരുന്നു. ലോകശ്രദ്ധയിൽ മാത്രമല്ല, കേരളത്തിലെ ശ്രദ്ധയിൽ പ്രത്യേകിച്ച് വരുന്നു. കേരളത്തിലെ ശ്രദ്ധയിൽ വരാനുള്ള കാരണം നമുക്കറിയാം. ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള ആ ബന്ധം വളർന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന ആ ബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനമാണിത്. കേരളത്തിലത് വലിയ വാർത്തയാകുന്നതിൻ്റെ കാര്യം വേറൊരിടത്തുമില്ല. വേറെ എവിടെ ആക്രമിച്ചാലും ഈ മുസ്ലിങ്ങൾ ആക്രമിച്ചാൽ അത് കേരളത്തിൽ വലിയ വാർത്തയാണ്. അപ്പോൾ അങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് കേരളത്തിൽ ഈ നൈജീരിയയുടെ കാര്യങ്ങളൊക്കെ. ഇതേവരെ ഇല്ലായിരുന്നു. നൈജീരിയയെ പറ്റി ആരും കേട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈയിടയ്ക്കാണ് അത് വലിയ വാർത്താ പ്രാധാന്യം നേടുന്നത്. എങ്ങനെയായാലും ഈ ട്രംപിൻ്റെ ആക്രമണം, ട്രംപ് ഇപ്പോൾ അമേരിക്ക ആക്രമിക്കുമ്പോൾ കൃത്യമായ ആക്രമണവും കൃത്യമായി അത് ഫലം കണ്ടിരിക്കാനുള്ള സാധ്യത എല്ലാം ഉറപ്പായിട്ടും ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് അവിടുത്തെ ഗവൺമെൻറ് കൂടി സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടേറെ ഭീകരർ ചത്തൊടുങ്ങിയിട്ടുണ്ടാകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. വളരെ നല്ല കാര്യം. നമുക്ക് അതങ്ങനെ തന്നെ വേണം തന്നെ. ഈ ഭീകരന്മാരുടെ ഒരു കാലമൊക്കെ കഴിഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം. അത് ഭീകരന്മാരുടെ കാലം കഴിഞ്ഞുപോയി. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഷിവൽറി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നല്ലോ പണ്ട് കാലത്ത്. ഈ 12-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ ഒരു കാര്യമാണ് ഷിവൽറി. അതായത് ആപത്തിൽപ്പെട്ടവരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് പെട്ടെന്ന് കുതിരപ്പുറത്ത് ഈ പടയാളികളോ ഒരു ഒറ്റപ്പെട്ട പടയാളിയോ ഇങ്ങോട്ട് രംഗത്ത് വരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ പറയുകയും വേണ്ട, അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അങ്ങനെ അതിനുവേണ്ടി ഈ യൂറോപ്പിലെല്ലാം നടന്നിരുന്ന ആ ഷിവൽറസ് നൈറ്റ്സ് അങ്ങനെ ഒരു വിഭാഗമുണ്ടായിരുന്നു. ഏതാണ്ട് 12-ാം നൂറ്റാണ്ടിലോ മറ്റോ ഉണ്ടായ കാര്യമാണ്. അപ്പോൾ അതൊരു 15-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് അതങ്ങ് തീർന്നു. അതിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞു. പക്ഷേ എന്നാലും 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ സർവാൻറ്റിസ് അദ്ദേഹം എഴുതിയ ഡോൺ കിക്സോട്ട് എന്ന നോവലിൽ ഈ ഷിവൽറസ് സ്പിരിറ്റ് ഉൾക്കൊണ്ട് ഒരാൾ ഈ അക്രമികളെ നേരിടാനും അതുപോലെ തന്നെ വനിതകളെയും ആപത്തിൽപ്പെട്ടവരെയൊക്കെ സംരക്ഷിക്കാനും വേണ്ടി കുതിരപ്പുറത്തേൽ പോകുന്ന ഒരു കഥയാണത്. അതിനൊരു സഹായിയായിട്ടൊരു ഗ്രാമീണൻ, സാൻജോ പാൻസ എന്ന് പറഞ്ഞൊരു സാധാരണ ലേബററെയാണ്, ഒരു തൊഴിലാളിയാണ് അയാൾ കൂടെ കൂട്ടുന്നത് അയാളുടെ ഈ ഷിവൽറസായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പോയി അയാളെന്താ ഈ കാറ്റാടി യന്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയാണ് ആക്രമിക്കുന്നത്, ഭയങ്കര ശത്രു എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളെല്ലാം കാണിക്കുന്ന. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല നോവലാണതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഷിവൽറിയുടെ കാലം കഴിഞ്ഞു എന്ന് തെളിയിക്കാനാണ് അദ്ദേഹം ആ നോവൽ എഴുതിയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ ഭീകരവാദത്തിൻ്റെയും ഭീകരപ്രവർത്തനത്തിൻ്റെയും ഒക്കെ കാലം കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം പ്രസിഡന്റ് ട്രംപ് കാണിച്ചതും ഒരു ഷിവൽറിയുടെ മറ്റൊരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ മറ്റൊരു രാജ്യത്ത് നമ്മൾ ഈ ക്രിസ്ത്യാനികളൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുക, ഒരു അടി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതുമൂലം ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റി നമ്മുടെ ഈ നൈജീരിയയിൽ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായിരുന്ന മഹേഷ് സച്ദേവ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കണ്ടു, അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം കണ്ടു. അദ്ദേഹം പറയുന്നത് ഇതുമൂലം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണം കൂടാനുള്ള സാധ്യതയുണ്ട്. കൂടില്ല എന്ന് എങ്ങനെയാണ് ഉറപ്പാക്കാൻ പറ്റുക? കാരണം അവർക്ക് വൈരാഗ്യം കൂടും. അവിടെയുള്ളവരെല്ലാം ഭിന്നതയുണ്ടാവും. ക്രിസ്ത്യാനികൾ
പിന്നെ ഈ വിദേശ ശക്തികളുടെ സഹായം തേടുന്നു, അവർ വിദേശികളാണ് അല്ലെങ്കിൽ വിദേശികളുടെ താല്പര്യമുള്ളവരാണെന്നുള്ള ഒരു ചിന്താഗതി വരും. അപ്പോൾ അവർക്കെതിരെ ആക്രമണം കൂടാനുള്ള സാധ്യതയാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ അത് ആക്രമണം കൂടിയില്ലെങ്കിൽ ഏറ്റവും നല്ലത് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ശക്തിയുള്ള രാജ്യങ്ങൾ മറ്റൊരു ശക്തി കുറഞ്ഞ രാജ്യങ്ങളെ ഇങ്ങനെ ആക്രമിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു പ്രശ്നം കൂടി ഉദിക്കുന്നുണ്ട്. ഇപ്പം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ അങ്ങോട്ടും മിസൈൽ അയക്കാം, അങ്ങോട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് കൈകാര്യം ചെയ്യാം. അവരെ ആക്രമിക്കുന്നത് തെറ്റില്ല, കാരണം ട്രംപ് കാണിച്ച അതേ കാര്യം തന്നെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ പാകിസ്ഥാന് ശക്തി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ആക്രമിക്കാം. ഇങ്ങനെ ഇനി ചൈനയോട് താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ഇവിടെ ഇല്ല. പിന്നെ ഉള്ള പല കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ, കുറച്ച് പേര്. അവരെ സഹായിക്കാൻ വേണ്ടി ചൈന വരുമെന്ന് കരുതേണ്ടതുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ കയറിക്കൂടി ആക്രമണം നടത്തിയാൽ എന്താകും സ്ഥിതി എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ അമേരിക്ക ചെയ്താൽ ഇപ്പോൾ ആരും ചോദിക്കാനില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. നേരെ മറിച്ച് ചൈന ചെയ്താലോ, ഇപ്പം ഈ വെനസ്വേലയിൽ അവിടെ 2 കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തു. ആ കപ്പൽ വെനസ്വേലക്കാരുടെ എക്കോണമി തകർക്കാനും ആ മദൂരോയെ അവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് വെനസ്വേല, അതുപോലെ തന്നെ അവിടെ നാർക്കോ പരിപാടിയാണ്, അവർ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ്. അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഈ ബോട്ടുകളെല്ലാം ആക്രമിക്കുന്നത് എന്നാണ് അമേരിക്ക കൃത്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് 105 പേര് ഇതിനകം കൊല്ലപ്പെട്ടു. ഈ ബോട്ടുകളിൽ പോകുന്ന ആളുകൾ ബോട്ടുകളിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ ആദ്യത്തെ ആക്രമണത്തിൽ രക്ഷപ്പെട്ട് എവിടെയെങ്കിലും തടിയലൊക്കെ പിടിച്ചു കിടക്കുന്നവരെ കൂടി വീണ്ടും ആക്രമിക്കുന്ന ക്രൂരകൃത്യങ്ങളും നമ്മൾ കണ്ടു. അതെല്ലാം കുറ്റകൃത്യമായിട്ട് അമേരിക്കയിൽ പലരും കണക്കാക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ മദുറോയുടെ കാര്യത്തിൽ ട്രംപ് കുറച്ചൊരു അയവ് കാണിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ഇപ്പോൾ പുതിയ പ്രസ്താവനകളൊക്കെ പറയുന്നത്. കാരണം അങ്ങനെ ഈ നമുക്കിഷ്ടമില്ലാത്ത രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകളൊക്കെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇതേ കാര്യം തന്നെ റഷ്യയ്ക്ക് ചെയ്യാം, ചൈനയ്ക്ക് ചെയ്യാം, വേറെ ഇന്ത്യക്ക് ചെയ്യാം, ഓരോ രാജ്യങ്ങൾക്കും ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ഒരു ലോലെസ് അന്തരീക്ഷം വരും. ആ ലോലെസ്നെസ് നിയമവാഴ്ച ഈ കടലിൽ ഇല്ലാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുന്നത് അങ്ങനെ വരാനുള്ളൊരു സാഹചര്യം വേണ്ട എന്നുള്ള രീതിയിലാണ് ട്രംപിൻ്റെ ആ റട്ടറിക്, അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനകളിലൊക്കെ കുറച്ചൊരു മയം കണ്ടതെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ ആക്രമണം വന്നത്. അപ്പോൾ ഈ ആക്രമണം ഗുണമാണോ ദോഷമാണോ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. കാരണം അവിടെയുള്ള ജനങ്ങൾ അവിടെ ഭിന്നതയും പ്രശ്നങ്ങളും കൂടാനല്ലാതെ കുറയാനായിട്ട് സാധ്യതയില്ല. ഈ നൈജീരിയ തന്നെ ക്രിസ്ത്യാനികളുടെ ഒരു രാജ്യവും മുസ്ലിങ്ങളുടെ മറ്റൊരു രാജ്യവുമായിട്ട് ഈ രണ്ടായി മാറണം എന്നുള്ളൊരു ചിന്താഗതി തന്നെ അവിടെ ഉണ്ട്. കുറേ കാലമായിട്ട് അവിടെയുള്ള ഒരു കാര്യമാണ്. എന്നിട്ടും അവർ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അന്താരാഷ്ട്ര സമൂഹം ചെയ്യേണ്ടത്. അതിന് ഈ ആക്രമണം ഉപകരിക്കുമെങ്കിൽ നല്ല കാര്യം. അത് ഉപകരിക്കുന്നില്ല, അത് കൂടുതൽ ആക്രമണത്തിനും കൂടുതൽ പ്രശ്നത്തിനുമാണ് വഴിവെക്കുന്നതെങ്കിൽ അത് ദോഷകരവും. എന്തായാലും അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ചോദിക്കാനും പറയാനും ക്രിസ്ത്യാനികൾക്കും ആളുണ്ട് എന്നാണ് ട്രംപ് തെളിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിക്കി മിനാജ്, അവർ പകുതി ഇന്ത്യനാണ്, ട്രിനിഡാഡോ ആ ഭാഗത്തുനിന്ന് വന്നതാണ്, കരീബിയൻ. അവർ റാപ്പർ, അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ റാപ്പർമാരിൽ ഒരാളാണ് അവരും ഇതുപോലെ തന്നെ ഈ ടേണിംഗ് പോയിൻ്റ് USA ചർച്ചയിൽ അവിടെ സംഭാഷണത്തിൽ കൃത്യമായിട്ട് അവരിങ്ങനെ ഈ നൈജീരിയയിലെ ആക്രമണത്തെ എടുത്തു പറയുകയുണ്ടായി, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണത്തെപ്പറ്റി. അപ്പോൾ അങ്ങനെ അമേരിക്കയിലൊക്കെ ഈ ആക്രമണങ്ങളെപ്പറ്റി ആകുലപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഫലം എന്താകും എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്.